അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് താരീഖിലെ അവസാന പാഠമായ സമസ്തയുടെ നായകന്മാർ എന്ന പാഠമാണ് ഞാൻ ഈ കൊച്ചു വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ജനനം 1840. ജനനം ക്രിസ്താബ്ദം 1840 വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിച്ചത്. മരണം 1932. പിതാവ് മുഹമ്മദ് ഇബ്നു അഹ്മദ് ബാലവി. ബാലവി കുടുംബത്തിലെ ഒരു അംഗമാണ് മുഹമ്മദ് ഇബ്നു അഹ്മദ് ബാലവി എന്നവർ. അവരുടെ മകനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ഖബർ പുതിയങ്ങാടി വരക്കൽ മക്കാം. അദ്ദേഹം അരക്കൽ രാജാവിന്റെ ഉപദേഷ്ടാവുമായിരുന്നു. സർ വില്യം ലോഗന് മലബാർ മാനുവൽ എഴുതാൻ വേണ്ടി തുഫ്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം പരിഭാഷ ചെയ്തു കൊടുത്തു. ഇംഗ്ലീഷിലേക്കാണ് പരിഭാഷ ചെയ്തത്. ഷിഹാബുദ്ദീൻ ചാലിയാത്തി. ജനനം ഹിജ്റ 1302 ചാലിയത്ത്. പിതാവ് അല്ലാമത്ത് ഇമാദുദ്ദീൻ അലി. മതപഠനം തന്റെ പിതാവിൽ നിന്നും വെല്ലൂർ ലത്തീഫിയിൽ വെച്ചുമായിരുന്നു. അദ്ദേഹം അഹമ്മദ് റിള ഖാൻ എന്നിവരിൽ നിന്ന് ഹനഫി മദ്ഹബ് സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വഫാത്ത് ഹിജ്റ 1374 ചാലിയത്ത് വെച്ചായിരുന്നു. അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു. ഹൈദരാബാദിലെ രാജാവായിരുന്ന നിസാമുദ്ദീൻ അദ്ദേഹത്തെ മുഫ്തിയായി നിയമിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കൃതികൾ ദാറുൽ ഇഫ്തിതാഹുൽ അസ്ഹരിയിൽ സൂക്ഷിക്കുന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ജനനം ഹിജ്റ 1305 പിതാവ് നൂറുദ്ദീൻ. അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ അലി തൂരി, അഹമ്മദ് മുസ്ലിയാർ എന്നിവരാകുന്നു. അദ്ദേഹത്തിന്റെ ഉപരിപഠനം വെല്ലൂർ ലത്തീഫിയയിലും ബാക്കിയത്ത് സാലിഹത്തിലുമാണ്. അദ്ദേഹത്തിന്റെ മരണം ഹിജ്റ 1365 ഖബർ പാങ് വലിയ ജുമാ പള്ളിയുടെ സമീപത്താണ്. അദ്ദേഹം സമസ്തയുടെ ആദ്യ ഉപാധ്യക്ഷനും മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം അധ്യക്ഷനുമായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരം മുതലായവയിൽ അദ്ദേഹം സജീവനായിരുന്നു. അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ. ജനനം 1298 ഹിജ്റ വാളക്കുളത്ത് വെച്ചാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഷെയ്ഖ് അഹമ്മദ് എന്നിവരാകുന്നു. ഉസ്താദ് നാദാപുരം അഹമ്മദ് മുസ്ലിയാർ, പൊന്നാനി പുത്തൻ വീട്ടിൽ അവറാൻകുട്ടി എന്നിവരാകുന്നു. അദ്ദേഹത്തിന്റെ രചനകൾ മുത്തഫരീദ്, മൻഖൂസ്, ഷഫീഉൽ മുശഫ്ഫർ, സിഹാഹു ഷെയ്ഖൈനി, ജംഉൽ ബാരി എന്നിവയാകുന്നു. അദ്ദേഹത്തിന്റെ മരണം ഹിജ്റ 1385 അദ്ദേഹത്തിന്റെ ഖബർ അദ്ദേഹം തന്നെ നിർമ്മിച്ച മസ്ജിദുൽ ബാരിയുടെ മുൻവശത്താണ്. 20 വർഷം അദ്ദേഹം സമസ്തയുടെ ഉപാധ്യക്ഷനും 20 വർഷം അധ്യക്ഷനുമായിരുന്നു. വലിയ സമ്പന്നനായിരുന്ന അദ്ദേഹം കാശെല്ലാം മതത്തിനു വേണ്ടി ചിലവഴിച്ചു. പിതാവ് ഖാദിരിയ ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്. മൗലാന ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ജനനം ഹിജ്റ 1299 AR നഗറിലാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അഹ്മദ് എന്നിവരാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ, ചാലക്കത്ത് കുഞ്ഞ അഹമ്മദ് ഹാജി എന്നിവരാകുന്നു. അദ്ദേഹം പാനൂരും വാഴക്കാടും ദർസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വഫാത്ത് ഹിജ്റ 1385 അദ്ദേഹത്തിന്റെ ഖബർ ചൊക്ലിയിലാണ്. അദ്ദേഹം സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവാണ്. മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ജനനം 1900 അദ്ദേഹത്തിന്റെ പിതാവ് അവറാൻകുട്ടി എന്നിവരാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ എന്നിവരും പള്ളിപ്പുറം യൂസഫ് മുസ്ലിയാർ എന്നിവരുമാകുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ എന്നിവരും KK സദഖത്തുല്ലാ മുസ്ലിയാരുമാകുന്നു. അദ്ദേഹം 80 വർഷം ജാമിഅത്തുൽ നൂരിയ, മാട്ടുവൽ, തുരുത്തി, വാഴക്കാട്, ദാറുൽ ഉലൂം എന്നിവിടങ്ങളിൽ ദർസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം 1993 വഫാത്തായത്. അദ്ദേഹത്തിന്റെ ഖബർ വാഴക്കാടാണ്. അദ്ദേഹം 1967 മുതൽ 1993 വരെ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു.
റഹീസുൽ മുഹക്കിഖീൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഷംസുൽ ഉലമ ജനനം 1914 അഥവാ ഹിജ്റ 1333. അദ്ദേഹത്തിന്റെ പിതാവ് കോയക്കുട്ടി മുസ്ലിയാർ എന്നിവരാണ്. പിതാവ് വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഉസ്താദ് പിതാവ് ഉൾപ്പെടെ അബ്ദുൽ ഖാദർ ഫർഫരി, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ഷെയ്ഖ് അബ്ദുറഹീം ഹളറ, ഷെയ്ഖ് ആദം ഹളറ, അഹമ്മദ് കോയ ഷാലിയാത്തി, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്നിവരാണ്. അദ്ദേഹം വല്ലൂർ ബാക്കിയാത്ത്, ജാമിയത്ത് നൂരിയ, ജാമിയത്ത് ദാറുസലാം നന്ദി തുടങ്ങിയ സ്ഥലങ്ങളിൽ ദർസും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി 1957 മുതൽ 1996 വരെ സേവനം ചെയ്തു. അദ്ദേഹത്തിന്റെ മരണം 1996 അദ്ദേഹത്തിന്റെ ഖബറ് തന്റെ പിതാവിന്റെയും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും അടുത്തായി വരക്കൽ മക്കാമിൽ തന്നെയാണ്.